ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് മുരിങ്ങയും കപ്പയും ഉണ്ടെങ്കിൽ ചോറിന് വേറൊന്നും നോക്കണ്ട കേട്ടോ, നാടൻ രുചിക്കൂട്ടാണ്. അപ്പോൾ ഇതാ നമ്മളൊരു 1/2 കിലോ കപ്പ ഇതുപോലൊന്ന് കൊത്തിയെടുത്തിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലൊന്ന് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറിനൊന്നും നോക്കണ്ട കേട്ടോ, ഇത് മാത്രം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് മുരിങ്ങ എടുത്തിട്ടുണ്ട്, മുരിങ്ങ കൂടുതലെടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമ്മൾ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ചുള്ള മുളക് എടുക്കാം കേട്ടോ. ഞാനൊരു 6-7 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇത് അത്ര എരിവില്ല, എന്നാൽ എരിവുണ്ടേനും. അപ്പോൾ അത്യാവശ്യം എരിവോട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് ചോറിനൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുക, അരച്ചെടുക്കരുത്. ഇപ്പോൾ ഇതാ നമ്മളിതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ക്രഷാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് പാനൊന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ ചതച്ചെടുത്തത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ കളറ് മാറി വരുവോളം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുവോളം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് നല്ലോണം ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് നല്ല വറവാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 പിടിയോളം മുരിങ്ങയില എടുത്തിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഇത്രയൊന്നും പോരാ, നല്ല മുരിങ്ങയില ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിലുള്ള മുരിങ്ങയില കഴിക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ ഈ മുരിങ്ങയില ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ മുരിങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കപ്പയിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ എണ്ണയിൽ കടന്നിട്ട് നമ്മുടെ മുരിങ്ങയില ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇത് വഴറ്റിയെടുക്കാം. വേവ് കൂടിപ്പോകരുത്. മുരിങ്ങയിലേക്ക് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റി ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. മുരിങ്ങയില ഇങ്ങനെ എണ്ണയിലിട്ട് വഴറ്റി വേവിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വേവിക്കണതിനെക്കാട്ടും ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ഇതാ ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കുക്കറിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ഊറ്റിക്കളയാം കേട്ടോ. ഞാൻ കപ്പയിൽ വെള്ളമൊന്നും പാകത്തിനേ ഉള്ളൂ. നിങ്ങൾക്ക് കട്ട് കളയണമെന്നുണ്ടെങ്കിൽ തോനെ വെള്ളം വെച്ചിട്ട് ഊറ്റിയെടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. കപ്പ എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാകാറില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം കുറവുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഒരു 1/2 ഗ്ലാസ്സോളം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് ചെറുന്നനെ കുഴമ്പിയും കൊണ്ടാണ് നമ്മൾ പൂളിയും മുരിങ്ങയും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എനിക്ക് തൊണ്ടവേദനയാണ് കേട്ടോ, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ അതാ നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ, കൂടുതൽ നേരമൊന്നും വെച്ച് കൊടുക്കണ്ട. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, പൂളയുകൊണ്ട് വേഗത്തിൽ അടി പിടിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇതൊന്ന് നിരത്തി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതിങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കുക, അടച്ച് വെക്കേണ്ട, അടി പിടിക്കും. കുറച്ച് നേരം വെച്ചാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങയിൽ കപ്പയും കൂടി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ചോറിലിട്ട് കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾക്ക് ചിലവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കണുണ്ടാവും. ഇനി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഇപ്പോൾ പൂളയുടെയൊക്കെ സീസണല്ലേ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.